മെയ് 8 ഇന്ന് റിലീസായിട്ടുള്ള പടക്കളം എന്ന് പറയുന്ന മൂവിയുടെ ഫസ്റ്റ് ഷോ കണ്ടുവന്നിരിക്കുകയാണ്. ഈ സിനിമ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഈ സിനിമ കാണാൻ പോയപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോഴും അകത്ത് കയറുമ്പോഴും ഞാനും 2-3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആരും ഇല്ല സിനിമയ്ക്ക്. ഞാൻ വിചാരിച്ചു ഷോ കളിക്കില്ലേ, കാരണം ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഷോ ഉണ്ടാവില്ലേ എന്ന് വരെ വിചാരിച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ വിജയ് ബാബു ആണെന്ന് മാത്രമാണ്. അപ്പോൾ ആളുടെ സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമകളായിരിക്കും ആൾ ചെയ്യുക. ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഒരൊറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഫൺ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ജസ്റ്റ് ഒരു ഫണ്ണി മൂവിയാണ്. എന്താ പറയുക, വലിയൊരു കഥാതന്തുക്കളും ചകയാൻ നിൽക്കുന്ന സിനിമയ്ക്കകത്ത് ഒരു ഫണ്ണായിട്ട് ഒരു 2 മണിക്കൂർ, ഈ സിനിമ നോക്കുകയാണെങ്കിൽ ആകെ 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. 2 മണിക്കൂർ 10 മിനിറ്റ് മറ്റുമാണ് സിനിമ ഉള്ളത്. ഈ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലീൻ യു സർട്ടിഫൈഡ് മൂവിയാണിത്. വലിയൊരു എന്താ പറയുക, വലിയൊരു കഥയിൽ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മനു എം സ്വരാജാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സിനിമയാണിത്. പിന്നെ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കോ റൈറ്ററും. ഇതിൻ്റെ മെയിൻ റൈറ്റർ എന്ന് പറയുന്നത് നിതിൻ സി ബാബു എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇത് 2 പേരും കൂടെ ചേർന്ന് എഴുതിയ സിനിമയാണ്. പിന്നെ സിനിമയുടെ സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. പിന്നെ ഇതൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ എന്താ പറയുക, ഗെയിമാണല്ലോ, മൊത്തം കളിയാണ്, തമാശയാണ്, രസമാണ് പടം കാണാൻ. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ നോക്കുകയാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയാനുണ്ട്. ആദ്യം മെയിൻലി പറയാനുള്ളത് ഷർഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ സന്ദീപ് പ്രദീപ്, അരുൺ പ്രദീപ്, പിന്നെ നമ്മുടെ യൂട്യൂബറായിട്ടുള്ള സബ്ബോയ്, ഇവരൊക്കെയാണുള്ളത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ക്യാരക്ടർ ആരെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ സന്ദീപ് പ്രദീപാണ്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ആളത്ര അധികം ഈ പറയുന്ന പോലെ തന്നെ സിനിമയിൽ നോക്കുകയാണെങ്കിൽ അധികം സൈലൻ്റ് ആണ് ആൾ, വലിയ ഇതൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരനാണ് ഈ സിനിമ റൂൾ ചെയ്യുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആളുടെ ക്യാരക്ടർ നല്ലൊരു ട്വിസ്റ്റാണ്, ക്യാരക്ടർ ചേഞ്ചാണ്. അതിൽ നീറ്റായിട്ട് ആൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് മൊത്തം നമുക്ക് ആളുടെ ഒരു ബലത്തിലാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂടൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ പതിവ് പോലെ തന്നെ, മറ്റുള്ള സിനിമകളിൽ കാണുന്ന പോലെ തന്നെ ഒരു സെയിം പെർഫോമൻസിനാണ് ഇതിലുള്ളത്. ഒരു സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. വലിയ വ്യത്യസ്തമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫൺ പാക്ഡ് ആയിട്ടുള്ള, കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ചിരിക്കാൻ പറ്റിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ സ്റ്റോറിയിൽ എനിക്ക് കുറച്ചും റിലേറ്റഡ് ആയിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർഷങ്ങൾക്ക് കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഷൈൻ ടോം ചാക്കോയുടെ ഇതിഹാസം എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ ഒരു സിനിമയുടെ പാറ്റേണിലാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ കൂടുതൽ പറഞ്ഞാൽ പടം സ്പോയിലറാവും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല സിനിമ കണ്ടാൽ കിട്ടുന്നത്. പിന്നെ ഇതിൽ ലേഡി ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നിരഞ്ജന അനൂപ് ഉണ്ട്, പൂജ മഹാദേവി ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. എല്ലാവരും അവരുടെ ക്യാരക്ടർ നല്ല നീറ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ആക്ഷൻ ആവട്ടെ, ഫൈറ്റ് ആവട്ടെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എനിക്ക് പടം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക് നല്ല പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് അരുൺ മുത്തേടത്താണ്. പുള്ളിക്കാരൻ്റെ മുന്നേ സിനിമ എന്ന് പറയുന്നത് അതിരനൊക്കെയാണ് ആളുടെ സിനിമ. അതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ നീറ്റായിട്ട് തന്നെ നല്ല എക്സലൻ്റ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. നിങ്ങൾ കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അത്രയൊക്കെ തന്നെയുള്ളൂ ഈ സിനിമയെ പറ്റി പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾ വലിയ സംഭവം പ്രതീക്ഷിച്ച് പോകരുത്. ഒരു ഫൺ പാക്ഡ് ആയിട്ടുള്ള, ഒരു കുറച്ച് നേരം ചിരിക്കാൻ, റിലാക്സ് ചെയ്തിരിക്കാനുള്ള സിനിമയാണ്. അപ്പോൾ ആ ഒരു മൈൻഡിൽ പോയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റു വീഡിയോസിനും കാണാം. അതുവരെയും ദിസ് ഡേവിഡ് സൈനിങ് ഓഫ്. ബൈ.